ചാൻസലർ ബില്ലടക്കം 3 ബില്ലുകൾ തടഞ്ഞുവെച്ച് ഗവർണർ. ചാൻസലർ ബിൽ, സർവകലാശാല നിയമ ഭേദഗതി ബിൽ, സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കുന്ന ബിൽ എന്നിവയാണ് തടഞ്ഞുവെച്ചത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, ചാൻസലർ ബില്ലടക്കമുള്ള 3 ബില്ലുകളാണ് രാഷ്ട്രപതി തടഞ്ഞുവെച്ചിരിക്കുന്നത്. ഇതിൽ ചാൻസലർ ബിൽ, സർവകലാശാല നിയമ ഭേദഗതി ബിൽ, സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കുന്ന ബില്ലുകൾ എന്നിവയാണുള്ളത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുജ, പ്രധാനമായും 3 ബില്ലുകളാണ് ഇപ്പോൾ പ്രസിഡന്റ് തടഞ്ഞുവെച്ചതായി അറിയുന്നത്. രാജ്ഭവനാണ് ഇക്കാര്യം ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുള്ളത്. ചാൻസലർ ബിൽ അടക്കമുള്ള 3 ബില്ലുകളാണ് ഇപ്പോൾ തടഞ്ഞുവെച്ചിരിക്കുന്നത്. സർവകലാശാല നിയമ ഭേദഗതി ബിൽ, സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കുന്ന ബിൽ എന്നടക്കമുള്ള 3 ബില്ലുകളാണ് ഇപ്പോൾ തടഞ്ഞുവെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ലോകായുക്ത ബില്ല് അംഗീകരിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഏതായാലും ഗവർണർ തടഞ്ഞുവെച്ച ബില്ലുകളിൽ പ്രധാനമായും 3 എണ്ണം ഇപ്പോൾ തടഞ്ഞുവെച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ട്. ഏതായാലും ഗവർണർക്കെതിരെ സർക്കാരുമായി ഉയരുന്ന പോര് ശക്തമായി തുടരുന്ന ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ബില്ലുകൾ തടഞ്ഞുവെക്കുന്ന ഒരു നിയമ നടപടി രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏതായാലും സർക്കാരിന് വലിയൊരു തിരിച്ചടി തന്നെയാണ്. സർവകലാശാലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗവർണർക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഈ ബില്ലുകൾ തടഞ്ഞുവെച്ച ഉത്തരവ് പുറത്തു വരുന്നത്. ഏതായാലും രാഷ്ട്രപതിയുടെ നടപടി ശക്തമായ ഒരു പ്രഹരമാണ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സർക്കാരിന് ഇപ്പോൾ തിരിച്ചടിയായത്. അതുമാത്രമല്ല, നേരത്തെ തന്നെ ഈ ലോകായുക്ത ബില്ലിൻ്റെ കാര്യത്തിൽ ലോകായുക്ത ബില്ല് ഇപ്പോൾ നേരത്തെ തന്നെ അത് അംഗീകരിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അത് BJP CPM ഒത്തുകളിയാണെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ലോകായുക്ത ബില്ല് വന്നതോടെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നു വരികയോ അഴിമതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടി സ്വീകരിക്കുകയാണെങ്കിൽ പദവിയിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യം ഇല്ലാത്തൊരു ഘട്ടം വരുന്നു. സർക്കാരിൻ്റെ ഏതായാലും ഇത് വലിയൊരു നേട്ടം തന്നെയാണ്. അതേ ഘട്ടത്തിലാണ് ഈ മറ്റും 3 ബില്ലുകൾ, ഈ തടഞ്ഞു വെച്ചിരിക്കുന്ന ബില്ലുകൾ വലിയ തിരിച്ചടിയാകുന്ന ഘട്ടത്തിലേക്ക് വരുന്നത്. ഏതായാലും സർവകലാശാല വിഷയങ്ങളിൽ ഗവർണർക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ചാൻസലർ പദവിയിൽ ഗവർണർക്ക് തുടരാം. അതിനെതിരെ ഉണ്ടായിരുന്ന ബില്ലുകളാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. അതോടൊപ്പം സർവകലാശാല നിയമ ഭേദഗതി ബില്ലും തടഞ്ഞു വച്ചിരിക്കുന്നു. സെർച്ച് കമ്മിറ്റിയിലേക്ക് ഗവർണർക്ക് അധികാരമുണ്ട്. ഗവർണറുടെ അധികാരം തടയുന്ന ബില്ലും പൂർണ്ണമായി തടഞ്ഞിരിക്കുകയാണ്. അനുജ, വ്യക്തമാണ് വിഷ്ണു.